ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പല നാടുകളിൽ നിന്നും വീടും ജന്മ സ്ഥലവും കളിച്ചു വളർന്ന കളിക്കളവും പഠിച്ച സ്ഥാപനങ്ങളുമെല്ലാം വിട്ട് പല ആവശ്യങ്ങൾക്കായി കുടിയേറാറുണ്ട് പലരും. പുതിയ നാട്ടിൽ കച്ചവടവും കൃഷിയും ഏർപ്പാടും ഇടപാടുമായി അവരങ്ങനെ മുന്നോട്ട് നീങ്ങും. നബിമാരുടെ ജീവിതത്തിൽ സ്വന്തം നാട്ടിൽ കിടന്ന് മരിച്ചോര് കാണാനില്ല. അത്രയും എന്തേ പ്രശ്നം? സാമ്പത്തികമാണോ? കുടുംബത്തർക്കമാണോ? പുതിയ വ്യാപാര വ്യവസായ മേഖലകൾ കണ്ടെത്താനാണോ? അല്ല, പിന്നെ നാട്ടിൽ നിൽക്കാൻ കഴിയാന്നിട്ട്. എന്താ നാട്ടിൽ നിൽക്കാൻ കഴിയാത്തത്? വല്ല അടിപിടി ബഹളം ഉണ്ടായോ? കേസ് വല്ലതും ഉണ്ടോ? അതൊന്നുമല്ല. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, അലാ റജുലുൻ യഹ്മിലുനി ഇലാ ഖൗമിഹി. ഏതെങ്കിലും ഒരാളുണ്ടോ അവന്റെ നാട്ടിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകാൻ? ഇന്ന ഖുറൈശൻ, ഖുറൈശികൾ എന്താ ചെയ്യുന്നത്? ഖദ് മനഊനി അൻ ഉബല്ലിഗ കലാമ റബ്ബി, എന്റെ റബ്ബിന്റെ കലാം, റബ്ബിന്റെ വചനം ഒന്ന് പറയാൻ, എത്തിച്ചു കൊടുക്കാൻ എന്റെ നാട്ടുകാർ സമ്മതിക്കണില്ല. മക്കയിലേക്ക് ഉംറക്ക് വന്ന് ഹജ്ജിന് വന്ന് സംസാരിച്ച മുസ്ലിങ്ങൾ, മദീനത്ത് എങ്ങനെ മുസ്ലിങ്ങൾ ഉണ്ടായത്? മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെയും മറ്റൊക്കെ അങ്ങോട്ട് അയച്ചിരുന്നു റസൂലുള്ളാഹി. അദ്ദേഹത്തിന്റെ നാവിന് വല്ലാത്ത ശക്തിയായിരുന്നു. അതിസുന്ദരനായ മനുഷ്യൻ ഒരുപാട് ത്യാഗപരിശ്രമങ്ങൾ നടത്തി ആ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്തു. അള്ളാഹു നമ്മളെയും അതിനനുഗ്രഹിക്കട്ടെ. പണിയെടുക്കണം, നല്ലോണം പറഞ്ഞു കൊടുക്കണം. ഒന്നുമില്ലൊരു വാക്ക്, നല്ല വാക്ക്. അപ്പോ അവര് വന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്, ഹത്താ മത്താ നത്റുകു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ഈ അവസ്ഥയിൽ എങ്ങനെയാണ് ഇവിടെ നബിയെ വിടുക? ഫി ജിബാലി മക്ക, ഈ മക്കയിലെ മടമടക്കുകൾക്കിടയിൽ അദ്ദേഹം ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. വയഖാഫ്, പേടിച്ചുകൊണ്ട്, ജീവനെ ഭയന്നുകൊണ്ടാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പണിയെടുക്കുന്നത്, ദഅവത്ത് ചെയ്യുന്നത്. ചെറിയ ജലദോഷം ഉണ്ടായാലും പള്ളിയിൽ വരാത്ത മനുഷ്യന്മാര്, അവർ ചെറിയൊരു പ്രശ്നം വന്നാൽ അപ്പം അവൻ ആ പരിപാടിക്കൊന്ന് പോണ്ടാന്ന് പറയുന്ന ഭാര്യമാര്, ഭർത്താക്കന്മാര്, മക്കള്. അതല്ല, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ടായിരുന്നു അവർ ജീവിച്ചത്. അങ്ങനെ എല്ലാ നബിമാരും, നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം പറഞ്ഞിട്ട് വിരലിലെണ്ണാവുന്ന ആൾക്കാരെ കിട്ടിയത്. നിൽക്കാൻ സമ്മതിക്കണില്ല, കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. ആ കപ്പലിൽ കയറി. കപ്പലിൽ കയറുമ്പോ, കപ്പൽ ഉണ്ടാക്കുമ്പോ കൊട്ടം വേനലിലാണ്, മുട്ടക്കുന്നുമ പട്ടാപ്പകൽ കപ്പലുണ്ടാക്കുകയാണ്. കളിയാക്കി എല്ലാം സഹിച്ചു. ആ കപ്പലിൽ കയറുമ്പോ ഒരു മഴക്കാറിന്റെ കീറ് പോലും ഇല്ല. പക്ഷേ വെള്ളപ്പൊക്കമുണ്ടായി. ആ ഹിജറ നാട്ടിൽ നിന്ന് പോവുകയാണ്. ജുദി പർവ്വതത്തിൽ അത് തമ്പടിച്ചു. അവിടുന്ന് ഇറങ്ങി. പിന്നെ ഭൂലോകത്താരും ബാക്കിയില്ല, ഈ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവരെ മക്കളെ നമ്മളൊക്കെ. അവരുടെ മക്കളെ, തൗഹീദിന്റെ മക്കളുടെ മക്കളാണ് ബിംബങ്ങളെ പൂജിച്ചത്, ജാറങ്ങളെ ആശ്രയിച്ചത്, ഐക്കല്ലും ഉറുക്കും ഏലസും കെട്ടിയത്. അപ്പൊ പിന്നെയും നബി വന്നു. അതന്നെ പിന്നെ മക്കളായിരുന്നു ഇവരൊക്കെ. ലൂത്ത് നബി അലൈഹിസ്സലാം ഒരുപാട് പറഞ്ഞു നോക്കി, പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. സ്വന്തം ഭാര്യ എതിര് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ചീത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഓളവിടെ. അവസാനം തിരിഞ്ഞു നോക്കാതെ രാത്രി അവര് ഹിജറ പോവുകയാണ്. തിരിഞ്ഞു നോക്കരുത്, തിരിഞ്ഞു നോക്കിയാൽ ശിക്ഷിക്കപ്പെടും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സൂറത്തു സാഫാത്തിലെ 99-ാമത്തെ ആയത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിന്റെ അടുക്കലേക്ക് പോവുകയാണ്. അൻകബൂത്തിലെ 26-ാമത്തെ ആയത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്,
ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിന്റെ അടുക്കലേക്ക് ഹിജ്റ പോവുകയാണ്. ബാപ്പ നിൽക്കാൻ സമ്മതിക്കുന്നില്ല തൗഹീദ് പറഞ്ഞുകൊണ്ട്. ബാപ്പ പറയുന്നത് ലഅർജുമന്നക്, എറിഞ്ഞുകൊല്ലും, ഫഹുജുർനി മലിയ, മെല്ലെ ഇവിടുന്ന് ഇറങ്ങിക്കോ. എന്താണ് ആ രംഗം? നാടും വീടുമൊക്കെ വിട്ട് എവിടേക്കാ പോണത്? ശൂന്യതയിലേക്കാണ്. ഒന്നും കിട്ടാനില്ല, ഒന്നും കാണാനില്ല, ഒന്നും മുന്നിലില്ല. പക്ഷേ റബ്ബുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ഇസ്രായേൽ മക്കളും വന്ന കഥ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു. എന്താണ് ആ പോക്ക്? മരുഭൂമിയിലേക്കാണ് പോകുന്നത്. 40 കൊല്ലമാണ് അവരവിടെ അലഞ്ഞത്. അവരോട് മൂസാ നബി അലൈഹിസ്സലാമിനോട് സ്വന്തം വിശ്വാസികൾ പറയും ചെയ്തു, നീ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വലിയ കഷ്ടപ്പാടിലാണ്, നീ വന്നപ്പോൾ അതിനേക്കാളും കഷ്ടപ്പാടായി എന്ന് പറയുകയുണ്ടായി. ശരിയാണ്, തൗഹീദ് സ്വീകരിച്ചാൽ പരീക്ഷണങ്ങൾ കൂടും. മുമ്പ് നല്ല സുഖാണ്. യാറങ്ങൾ, ദർഗകൾ, മക്കാമുകൾ, ഉസ്താദുമാരും, മൗലീദ്, റാത്തീബ്, ചാവടി, എന്തരം കണ്ണൂക്ക്, ഇടക്കിടക്ക് പലജാതി ചിരണി പരിപാടികൾ. അവിടുന്ന് വരുമ്പോ തൗഹീദിലേക്കാണ് വരുമ്പോ നോക്കുമ്പോ ഒന്നും കാണാനില്ല. തൗഹീദിന്റെ പരീക്ഷണങ്ങൾ അതാണ്. പക്ഷേ സ്വർഗമുണ്ട്, അതാ സമാധാനം. അത് ശരിക്കും സമാധാനമാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഓരോ നബിമാരും സ്വന്തം നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നു. ആ നാട്ടിൽ ഏറ്റവും നല്ല മനുഷ്യന്മാരാണ്. ആ കൂട്ടത്തിൽ ഇതാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 35-ാമത്തെ വയസ്സിൽ കഅബാലയത്തിന്റെ, നിങ്ങൾ കേട്ടിട്ടുണ്ട്, കഅബാലയത്തിന്റെ പുനർനിർമ്മാണം. വെള്ളപ്പൊക്കത്തില് കഅബാലയം പൊളിഞ്ഞ് രണ്ടാമത് ഉണ്ടാക്കണം. അതിന് ഹലാലായ പൈസ വേണം എന്നാ ഓല് പറയണത്. ഇതാരാള്? ഇബ്രാഹിം നബിയെ കാക്കണേ, അള്ളാഹുവെ കാക്കണേ എന്ന് പറയുന്ന അള്ളാഹ്ക്ക് ഇടയാളന്മാരെ ഉണ്ടാക്കിയ മക്കത്തെ മുശ്രിക്ക് പറയുന്നു നല്ല ഹലാലായ പൈസ വേണം. നമ്മളെ ചില ആൾക്കാർ ചോദിക്കുന്നത്, കുറച്ച് പലിശന്റെ പൈസ ഉണ്ട്, പള്ളിക്ക് കൊടുത്താലോ? എവിടെയും കൊടുക്കാൻ പറ്റിയതല്ല അത്. ഏറി വന്നാൽ പലിശ കൊണ്ട് കുടുങ്ങിയ ഒരാളെ ന്യായമായ രീതിയിൽ സഹായിക്കാൻ ബാങ്ക് മാനേജറെ ഏൽപ്പിക്കുക, സെറ്റിൽ ചെയ്യുക. അല്ലെങ്കിൽ കൈ കൊടുത്താൽ ചിലപ്പോൾ അതുകൊണ്ട് പൊട്ടടിക്കും. ചിലപ്പോൾ അള്ളാഹു പലിശയിൽ നിന്നും സ്ത്രീധനത്തിൽ നിന്നും കൈക്കൂലിയിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ പൈസ ഉണ്ടാക്കി നോക്കുമ്പോൾ തേഞ്ഞില്ല. കഅബാലയത്തിന്റെ അപ്പുറത്ത് ലേശൊരു ഭാഗം ഇങ്ങനെ ഒഴിഞ്ഞിടക്കുന്നുണ്ടല്ലേ ഹിജ്ർ. അതെന്താ? അന്ന് പൈസ ഇല്ലാത്തോണ്ട് ബാക്കിയാക്കിയതാ. ഒരു ചെറിയ കെട്ടിടം ഉണ്ടാക്കാൻ പൈസ ഇല്ല. മക്കത്തെ മുശ്രിക്കിന്റെ കയ്യിൽ ഹലാലായ പൈസ ഇല്ല. അങ്ങനെ കഅബാലയത്തിന്റെ ഹജറുൽ അസ്വദ് വെക്കേണ്ട ഘട്ടമെത്തിയപ്പോ തർക്കം, ഞാൻ വെക്കും. അപ്പോ എല്ലാരെ കൊണ്ട് വെക്കാൻ കഴിയില്ലല്ലോ. കഥ നിങ്ങൾ കേട്ടതാണ്. ഒരാഴ്ച പള്ളിപ്പണി നിന്നു. നാളെ രാവിലെ ആരാണോ ഇവിടെ വരുന്നത് ആ ആള് പറഞ്ഞ പോലെ ചെയ്യാം. വന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയല്ല, അബ്ദുള്ളയുടെയും ആമിനയുടെയും പുന്നാര മകനായ കണ്ണിലുണ്ണിയായ സുദൂഖുൽ അമീൻ ആയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തട്ട നിലത്ത് വിരിച്ച് ഹജറുൽ അസ്വദയിൽ വെച്ച് 10 ഗോത്രത്തിലെ നേതാക്കന്മാരോട് പിടിക്കാൻ പറഞ്ഞു. എല്ലാവരും തട്ടങ്ങനെ പിടിച്ച് ഹജറുൽ അസ്വദ് അവിടെ കൊണ്ടുപോയി വെച്ച് കുട്ടക്കൊലപാതകം ഒഴിവായി. പ്രശ്നങ്ങളൊക്കെ വരുമ്പോ മൂർച്ച കൂട്ടാൻ നിൽക്കരുത്, അടിക്കട്ടെ എന്ന് പറയരുത് കേട്ടോ. സംഘടനകൾ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോ, കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോ, ഭാര്യ ഭർത്താക്കന്മാർ പ്രശ്നമുണ്ടാകുമ്പോ തണുപ്പിക്കാൻ നോക്കി. എങ്ങനെ കളവ് പറഞ്ഞിട്ട് ആയാൽ പോലും, കളവ് പോലും പറയൽ അനുവദനീയമായ ഘട്ടമാണ് എന്ത്? സുൽഹ് ഉണ്ടാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വെറുതെ അല്ലട്ടോ, ന്യായമായ രീതി. ഓളെന്നെ പറ്റി നല്ല വാക്ക് പറഞ്ഞിരുന്നു, ഓനെന്നെ പറ്റി പറഞ്ഞിരുന്നു എന്നൊക്കെ പറയാൻ അനുവാദമുണ്ട്. അപ്പോ റസൂൽ പരിഹരിച്ചു. 35-ാമത്തെ വയസ്സിൽ, 43-ാമത്തെ വയസ്സിൽ 8-ാമത്തെ കൊല്ലം അള്ളാഹു പറഞ്ഞു പരസ്യമാക്കിക്കോ. അപ്പോ സഫാ മലമുകളിൽ കയറി എന്ന് പറഞ്ഞു നിങ്ങൾക്കറിയാലോ. രാവിലെ എല്ലാവരും വരിൻ, ഓടിച്ചെന്നു ആൾക്കാർ. കാരണം സത്യം മാത്രം പറയുന്ന റസൂലാണ് ആ വിളിക്കുന്നത്. ആ നാട്ടിലെ മനുഷ്യന്മാര് റസൂൽ എന്ന പേരിലല്ല, മുഹമ്മദാണ് വിളിക്കുന്നത്. എല്ലാവരും ചെന്നു. പോകാൻ കഴിയാത്ത ഒരാളെ പറഞ്ഞയച്ചു, വേലക്കാരനെയും മറ്റൊക്കെ പറഞ്ഞയച്ചു. ആ പ്രസംഗം നിങ്ങൾക്കറിയാം. പരലോകം പറഞ്ഞു, തൗഹീദ് പറഞ്ഞു.
ബേക്കിൽ ഒരു സൈന്യം വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആ വിശ്വസിക്കും, വിശ്വസിക്കും. ചങ്ങാതിമാരെ, നമ്മളെ പറ്റി എന്താ നാട്ടുകാരുടെ അഭിപ്രായം? നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മൾ മനുഷ്യന്മാരാണ്, നിസ്കരിക്കുന്നവരാണ്. നമ്മളെ പറ്റി എന്താ അഭിപ്രായം? മുഹമ്മദ് എന്ന മനുഷ്യനെ കുറിച്ച് ആ നാട്ടുകാർ പറഞ്ഞു, നീ കളവ് പറഞ്ഞിട്ടില്ല എന്ന്. എങ്കിൽ ഇതാ നരകമുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ ആണ് സൂറത്തുൽ ലഹബ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് തബ്ബലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? നാട്ടുകാര് പറയാ, അന്ന് അബൂജഹൽ ലഹബ് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആൾക്കാരൊക്കെ ഇസ്ലാം ആകുമായിരുന്നു. അപ്പൊ എന്തായി? ഒരു പ്രശ്നം വന്നപ്പോ ഒരു വേണ്ടാത്ത വാക്കാണ്ടിട്ടു. അപ്പൊ ആൾക്കാരൊക്കെ തശ്വീശായി. കുറച്ചാൾക്കാർ മാത്രമായി. ഇത് 8 കൊല്ലം കഴിഞ്ഞപ്പം 35 to 43. ഇനി 53-ാമത്തെ വയസ്സിൽ, പ്രബോധന ജീവിതത്തിന്റെ 13-ാമത്തെ കൊല്ലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ വിട്ടാഞ്ഞ് പറ്റൂല എന്ന് അവർക്ക് ബോധ്യമായി. സൂറത്തുൽ അൻഫാൽ 30-ാമത്തെ ആയത്ത്, വയംകുറു ബിക്കല്ലദീന കഫറു, നിഷേധിച്ചവർ നിനക്കെതിരെ, അങ്ങേക്കെതിരെ ഗൂഢാലോചന നടത്തി. ലിയുസ്ബിതൂക, ജയിലിലിടാൻ, തടവിലിടാൻ, അവിടെ തന്നെ വീട്ടില് തടങ്കലാക്കുക. ഔ, അല്ലെങ്കിലോ കൊല്ലുക, അല്ലെങ്കിലോ ഇവിടുന്ന് പറഞ്ഞേക്കാം. കൊല്ലാനും കിട്ടണില്ല, തടവിലിടാനും പറ്റണില്ല എന്നുണ്ടെങ്കിൽ വേം ഇവിടുന്ന് പറഞ്ഞേക്കണം. വയംകുറൂൻ, അവര് തന്ത്രം പ്രയോഗിക്കുകയാണ്. അല്ലാഹു അക്ബർ. അപ്പോ ആ 10 ഗോത്രത്തിലെ നേതാക്കന്മാർ വാളുകൊടുത്ത് 10 യുവാക്കളെ ഏർപ്പാടാക്കി. മുഹമ്മദ് നാളെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എല്ലാരും കൂടി കൊല്ലണം, ഒറ്റക്കാകരുത്. കാരണം എന്താ? പ്രതികാരം ചെയ്യും. ആ നാട്ടിൽ അങ്ങനെയാണ്, കൊന്നോനെ കൊല്ലാൻ സ്വന്തം തന്നെ ചെയ്യല, നമ്മളാരോ ചെയ്യരുത് കേട്ടോ. തല്ലിയോനെ തല്ലാനോ, കല്ലെറിഞ്ഞവനെ കല്ലെറിയാനോ, കൊഞ്ഞനം കാട്ടിയവനെ കൊഞ്ഞനം കാട്ടാനോ നമ്മൾ പാടില്ല. നമുക്കത് അനുവാദമില്ല. അത് ഗവൺമെന്റിനെ അനുവാദമുള്ളൂ. ഗവൺമെന്റിന്റെ പണി ചില സംഘടനകളൊക്കെ എടുക്കും. നാട്ടിൽ പോലീസാകുക, വീട്ടിലേക്ക് കയറി ചെല്ലുക, അവിടെ ചോദ്യം ചെയ്യാൻ, അതൊന്നും പാടില്ല. നമുക്ക് നിയമത്തിന്റെ പാലകരാകണം. നമ്മൾ നിയമം പാലിച്ചില്ലെങ്കിൽ പിന്നെ ആരാ നിയമം പാലിക്കുക? നമുക്ക് പടച്ചോനല്ലേ, പരലോകല്ലേ. എന്തിവിടെ പോയാലും അവിടെ പരലോകത്ത് കിട്ടൂലേ. അതുകൊണ്ട് ഉഷാറാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അങ്ങനെ റസൂലുള്ള അവിടെ കിടക്കുകയാണ്. നേരം വെളുത്ത് നോക്കുമ്പോ, എഴുന്നേറ്റ് നോക്കുമ്പോൾ ആരാ? അലിയാണ് റളിയല്ലാഹു അൻഹു. ആ ആൾക്കാരൊക്കെ വളഞ്ഞു നിൽക്കുന്ന വീട്ടിന്റെ ഉള്ളിൽ റസൂലുള്ളാഹിക്ക് വേണ്ടി ചെറുപ്പക്കാരനായ അലി റളിയല്ലാഹു അൻഹു അവിടെ കിടന്നു കൊടുത്തു. ആ ആൾക്കാരൊക്കെ എളിഭ്യരായി മടങ്ങിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ടു. അവിടുന്ന് ചരല് വാരിയിട്ട് ഒരൊറ്റ എറിഞ്ഞാൽ എവിടെ എത്തുക? പക്ഷെ എല്ലാവരുടെ കണ്ണിലും പെട്ടു. അതാണ് മോജിസത്ത്. അങ്ങനെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബറിന്റെ വീട്ടിലേക്ക് ചെന്നു. എങ്ങനെ? ഉച്ചനേരത്ത്. അങ്ങനെ ആരും പോകില്ല. ഉച്ചനേരത്ത് ആരും അങ്ങോട്ടും ഇങ്ങോട്ട് പോകില്ല, ഉറങ്ങണ സമയ. എങ്ങനെ? തട്ടം മൂടി കണ്ട് ചെന്ന് കാര്യം പറഞ്ഞു. ബാക്കി ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. സഹാബത്തിനോടൊക്കെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ നേതാക്കന്മാരെന്ത് ചെയ്യാം? ആദ്യം ഒരു കഴിച്ചിലാകും, ആദ്യം അവര് ഭക്ഷണം കഴിക്കും, ആദ്യം അവര് നേടിയെടുക്കും. ഇതങ്ങനെയല്ല. റസൂൽ എല്ലാരും പറഞ്ഞയച്ച്. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, നമുക്ക് പോണ്ടേ? അല്ല, റസൂലി വെയിറ്റ് ചെയ്യേ, കൽപ്പന കിട്ടിയിട്ടില്ല. പിന്നീട് അദ്ദേഹം ചോദിച്ചു, സുഹബ, കൂടെ ആരാണ്? റസൂലുള്ള പറഞ്ഞു, നിങ്ങളാണ്. അപ്പോ അബൂബക്കർ സിദ്ദീഖ് കരഞ്ഞു. കൊച്ചുകുട്ടിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്തിനാ ഈ കരയണത്? ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത കേട്ടപ്പോൾ എന്തിനാ കരയുന്നത്? സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാരണം 6-7 ദിവസത്തെ ദീർഘമായ യാത്രക്ക് റസൂലുള്ളാഹിക്ക് കൂട്ടായി, ബോഡി ഗാർഡായി ആരാ ഉള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താ സന്തോഷം അറിയോ? ഇജ്ജ് നടക്ക് എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. നീ പോയി. എല്ലാരും പോയി. അങ്ങനെയല്ല. 10 ആള് പിരിവിടുമ്പോ 9 ആളെ കാണുന്നുള്ളൂ. കാരണം എന്താ? പറയുന്ന ആൾ ഇടുന്നില്ല, നീട്. അങ്ങനെ ഓരോരുത്തർ. അങ്ങനെയല്ല, നമ്മളാണ് മുന്നിൽ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്. കഥകളൊക്കെ കേട്ടില്ലേ? ഉമറുൽ ഫാറൂഖിന്റെ കഥകളൊക്കെ. അതൊക്കെ രാത്രിയിലാണ്. എന്താ?
രാത്രി അദ്ദേഹം പുറത്തിറങ്ങി നടക്കുകയാണ്. അവ പ്രസവിക്കാൻ നിൽക്കുന്ന ഒരു പെണ്ണിന്റെ കഥകൾക്ക് കാണുമ്പോൾ അവിടെ വിട്ടുപോയിട്ട് ഭാര്യയെ കൊണ്ടുവരികയാണ്, നേഴ്സായിട്ട് കൊണ്ടുവരികയാണ്, പ്രസവിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. ഇത് ഖലീഫയാണെന്ന് ആ വീട്ടുകാർ അറിയുന്നില്ല. അങ്ങനെ എത്രയെത്ര കഥകളാണ്. കാരണം എന്താ, കേട്ടാ അവനവൻ തന്നെ ചെയ്യാന്നുള്ളതാണ്. നീ ചെയ്യുന്നു പറയല് വേണം, അവനവൻ്റെ ഇത് ചെയ്തിട്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രക്കുള്ള പെട്ടി കെട്ടുകയാണ്. എന്താ പെട്ടി? തോൽപാത്രത്തിൽ വെള്ളം, പിന്നെ ഒരു പാത്രത്തിൽ ഈത്തപ്പഴം. അപ്പൊ ആയിഷ ബീവി പറയാണ്, ഞാനും താത്തയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ അവർക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ. വളരെ ലളിതമായ സിമ്പിളായ ഒരു ഭക്ഷണങ്ങൾ, കുറച്ച് ഒരു പാത്രത്തിൽ ഭക്ഷണം, മറ്റു കാര്യങ്ങളൊക്കെ. എന്നിട്ടോ കെട്ടാൻ കയറില്ല. അങ്ങനെയാണ് അസ്മാ റളിയല്ലാഹു അൻഹ കോന്തല കയറിയിട്ട് കെട്ടിയത്. അവരെ പേര് ചരിത്രത്തിൽ രണ്ട് കോന്തലുകളുടെ ആള്. പെണ്ണുങ്ങളെ പ്രവർത്തനം നടത്തണം, ഉഷാറാക്കണം. അതാ പള്ളി വരുമ്പോൾ, ഓർഫനേജ്, അറബിക് കോളേജ്, പ്രസ്ഥാനം, പ്രവർത്തനം, പരിപാടികൾ വരുമ്പോൾ പെണ്ണുങ്ങൾ അവരുടേതായ പങ്ക് വഹിക്കണം. ലോക ചരിത്രത്തിൽ ഒരു കോന്തലിന്റെ അഷ്ടം കീറിക്കൊടുത്തതാണ്. പക്ഷെ അതവിടെ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ പാത്രം നിൽക്കൂലല്ലോ, കെട്ടുപൊട്ടിപ്പോകൂലേ. അങ്ങനെ പറഞ്ഞേക്കുകയാണ്, ഏർപ്പാട് ചെയ്യുകയാണ്. 3 രാത്രി മദീനത്തൊക്കെ ഏതാ വഴി? മക്കത്തുനിന്ന്. അതിന് സൗർഗുഹയിൽ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ പ്ലാനിങ് ആണ്, എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നു. ആദ്യം സൗർഗുഹയിൽ പോയി. അപ്പൊ ആൾക്കാർക്ക് തോന്നൂലല്ലോ എങ്ങോട്ടെങ്കിലും അങ്ങോട്ട് പോവാൻ, മദീനത്തേക്ക് പോകാൻ തോന്നൂലല്ലോ. അങ്ങനെ 2-3 രാത്രി ആ ഗുഹയിൽ. സൗർഗുഹ കണ്ട ആൾക്കാരില്ലേ? എത്ര ഇടുങ്ങിയൊരു ഗുഹയാണ്, ഒരാൾക്ക് പോലും നിൽക്കാൻ സ്ഥലമില്ല. അതിലാണ് 2 ആള്. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നിങ്ങൾ കയറില്ല, ഞാനൊന്ന് കയറി നോക്കട്ടെ. അവിടെ എല്ലാം പഴുതും അടച്ച്, എല്ലാ തരത്തിൽ എന്തെങ്കിലും വല്ല തേളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒഴിവാക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ച താല്പര്യം. അങ്ങനെ അവിടെ 3 രാത്രിയും കഴിയാൻ. കൊച്ചുമകനായ അബൂബക്കർ സിദ്ദീഖിന്റെ കൊച്ചുമകനായ അബ്ദുള്ള കൂടെ അവിടെ ഉറങ്ങും. സുബൈന്റെ മുമ്പ് അവിടുന്ന് പോരും. എന്നിട്ട് അങ്ങാടിയിലെത്തും. മുഹമ്മദ് നബി ആരെങ്കിലും തിരയുന്നുണ്ടോ? മുഹമ്മദ് നബിനെ കാണാമല്ലോ, കൊല്ലാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. 100 ഒട്ടക പറഞ്ഞത്, 100 ഒട്ടകം. അങ്ങനെ ആരെങ്കിലും വല്ല എന്തെങ്കിലുമോ പറയുണ്ടോന്ന് ഇങ്ങനെ മെല്ലെ ചെറിയ കുട്ടിയല്ലേ, അപ്പൊ അത് പ്രശ്നമാക്കൂല. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ തന്നെ വന്ന് കിടക്കും, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എന്താ ഇതൊക്കെ? നമ്മളെ മക്കളൊക്കെ എവിടെയാ ഉറങ്ങണത്? എന്താ പണി? മൊബൈലും മേല, കളിയില ആണോ? അവരൊക്കെ ഉഷാറായി ഉണരണം. വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർ മുൻപന്തിയിൽ ഉണ്ടാകണം. ഇസ്മായിൽ കഥകൾ കേട്ടല്ലോ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കഥ പറയുമ്പോഴൊക്കെ എന്തുണ്ട്? ഇസ്മായിൽ. അപ്പൊ നമ്മളെ മക്കളും അങ്ങനെ ഉണ്ടാകണം. എല്ലാ മക്കളും മെമ്പർമാരണം, എല്ലാ മക്കളും മെഹ്റാബിലെത്തണം, എല്ലാ മക്കളും മെമ്പർമാരാകണം, അവർ പ്രസിഡന്റ് സെക്രട്ടറി ആകണം, പ്രവർത്തിക്കണം. അള്ളാഹുവെ അനുഗ്രഹിക്കണം. അപ്പോ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കുറച്ച് ആടുകളെയും കൊണ്ടിങ്ങനെ ആ ബാപ്പിയും നബിയും പോയ വഴിയിലൂടെ ഇങ്ങനെ തെളിച്ചു പോവുകയാണ്. എന്തിന്? അവരെ കാൽപ്പാട് കാണാതിരിക്കാൻ. ആടുകൾ നടന്നാ പിന്നെ ആ പാട് കാണൂലല്ലോ. എന്തൊക്കെ പാട് കണ്ട പ്രശ്നം? അറബികൾ പാട് കണ്ട, കാല് കണ്ടാ മനസ്സിലാവും, കാൽപ്പാട് കണ്ടാ മനസ്സിലാക്കും ഇന്നാളാണ്. ഓ, എന്താ പോലെ കഴിവ്! മുഖം കണ്ടാ മനസ്സിലാക്കും ഇന്നാളെ മോനാണ്. നമുക്ക് ഏതാണ്ട് അറിയാം, പക്ഷേ അവരുടെ അറിവ് അപാരമാണ്. കുട്ടി ആരുടേതാണെന്ന് മനസ്സിലാകാതെ വന്നാൽ അവർ പറയും കറക്റ്റായിട്ട്. നമുക്കിപ്പോ അങ്ങനെ ചെറിയ കുട്ടിനെ മനസ്സിലാവുമോ? ചെറിയ കുട്ടിനെ, ജാരസന്തതികളെ ഒക്കെ മനസ്സിലാക്കാൻ. അപ്പൊ ആ കാൽപ്പാട് മയക്കാൻ നടക്കുന്നു ആര്? അബ്ദുറഹ്മാൻ. എന്നിട്ടോ ആടിന്റെ പാല്, ആടുകളെ പാല് കൊടുക്കണം. വേറെ ഭക്ഷണമൊന്നുമില്ലല്ലോ. അല്ലാഹു അക്ബർ. പിന്നെ അവിടെ കഥകളൊക്കെ, പല ജാതി കഥകളൊക്കെ പരക്കും. 8 കാലി വല ഉണ്ടായിരുന്നു എന്നൊക്കെ. അതൊന്നും കൃത്യമായി റിക്കാർഡിൽ വന്നതല്ല. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ താമസിക്കുമ്പോൾ എന്താ കഥ? 100 ഒട്ടകത്തിന്റെ വില പറഞ്ഞപ്പോ സുറാഖത്ത് ബിൻ മാലിക് എന്ന കാഫിറായ മനുഷ്യൻ തന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ വേലക്കാരത്തി വന്നു പറഞ്ഞു, 2 ആൾക്കാരയിലാണ് പോകുന്നത്. മനസ്സിലായി. അതൊന്നും നബി ആവൂല എന്ന് പറഞ്ഞു, അതൊന്നും മുഹമ്മദ് ആവൂല എന്ന് ഓളോട് വെറുതെ പറഞ്ഞു. എന്നിട്ട് മെല്ലെ മുപ്പര് പുറത്തിറങ്ങി. എന്നിട്ട് ആ വൈക്ക് ഇങ്ങനെ പോയിട്ട് സുറാഖത്തിൻ മുഹമ്മദ് നബിയുടെ മുമ്പിൽ വന്നു. കൊല്ലാനാ വന്നിക്കണത്.
പക്ഷേ കുതിരന്റെ കാല് പൂണ്ടുപോയി. അപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ രക്ഷിക്കണം. പ്രാർത്ഥിച്ചു, കാല് ശരിയായി. വീണ്ടും ഒരുങ്ങിയപ്പോ സുറാഖത്തെ കിസ്രയുടെയും കൈസറിന്റെയും ഒക്കെ കൊട്ടാരത്തിലെ വളകൾ നിന്നെ അണിയിക്കുന്ന ഒരു കാലം വരാൻ പോകുന്നു, നീ എന്തിനാ കൊല്ലാൻ വരുന്നത്? അല്ലാഹു അക്ബർ. അങ്ങനെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഏർപ്പാടുകൾ ചെയ്തു. ആ മനുഷ്യൻ സഹാബിയായി. പിന്നീട് ഒരിക്കൽ ആ വളകൾ അദ്ദേഹത്തെ അണിയിച്ചു. അല്ലാഹു അക്ബർ. ഈ ഗുഹയുടെ മുന്നിലൂടെ ആളുകൾ പോവുകയാണ്. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പൊ പിടിക്കും. അപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞ പ്രസിദ്ധമായ വാചകം, ഈ രണ്ടാളുകളെ കുറിച്ച് നീ എന്ത് വിചാരിക്കുന്നു അബൂബക്കർ? അല്ലാഹു സാലിസുഹുമാ, മൂന്നാമനായി അല്ലാഹു ഉണ്ട്. ഇതാണ് സഹോദര സഹോദരി നമുക്കുണ്ടാകേണ്ട വിശ്വാസം. ഒരുക്കം വേണം, കരുതണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം, ചികിത്സിക്കണം, ഭക്ഷണം കഴിക്കണം, നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം. പക്ഷേ ഒറ്റപ്പെട്ടാൽ, അപകടത്തിൽ വന്നാൽ രക്ഷപ്പെടാൻ ശ്രമിക്കണം. അതോടൊപ്പം അല്ലാഹു ഉണ്ട് എന്ന വിശ്വാസം. അതാണ് സൂറത്ത് തൗബ 40-ാമത്തെ ആയത്ത്. ഇല്ലാ തൻസുറൂഹു, നിങ്ങൾ നബിയെ സഹായിക്കുന്നില്ലെങ്കിൽ ഫഖദ് നസറഹുല്ലാഹ്, അല്ലാഹു നബിയെ സഹായിച്ചിട്ടുണ്ട്. ഇത് അഖ്റജഹുല്ലദീന കഫറു, നിഷേധികൾ അവരെ പുറത്താക്കിയപ്പോൾ സാനിയസ്നൈൻ, രണ്ടിൽ രണ്ടാമനായി. ഇത് ഹുമാ ഫിൽ ഗാർ, അവർ ആ ഗുഹയിലായിരിക്കുമ്പോ ഇത് യഖൂലു ലി സാഹിബിഹി, അദ്ദേഹം അവിടുന്ന് തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ലാ തഹ്സൻ, ദുഃഖിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു ഉണ്ട് കൂടെ. ഫഅൻസലല്ലാഹു സക്കീനതഹു അലൈഹി, അവിടുത്തേക്ക് അല്ലാഹു സമാധാനം ഇറക്കി കൊടുത്തു. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, നിങ്ങൾ കാണാത്ത സൈന്യത്തെ കൊണ്ട് ശക്തിപ്പെടുത്തി. അങ്ങനെ അവിടുന്ന് പിന്നെ പോകുന്ന വഴിക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി, പല അത്ഭുതങ്ങളും ഉണ്ടായി. മദീനയിൽ എത്തുകയാണ്. മദീനയിൽ സഹാബത്ത് കാത്തു നിൽക്കുകയാണ്. എന്താ കാത്തുക്കുന്നത്? ഗൾഫിൽ നിന്ന് കരിപ്പൂരിൽ നിന്ന് വരുന്ന പെട്ടിയെയല്ല കാത്തുക്കുന്നത്, പട്ടിണിപ്പാവങ്ങളായിയാണ് അവർ പോയത്. കുഴിഞ്ഞ കണ്ണുകൾ, ഒട്ടിയ വയറുകൾ, തേഞ്ഞ ചെരുപ്പുകൾ, മുനയൊടിഞ്ഞ വാളുകൾ, ഒന്നുമില്ലാതെയാണ്, വെറും ഉടുവസ്ത്രവുമായിട്ടാണ് വരുന്നത്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയും ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹുവും പോവുകയാണ്. ശത്രുക്കൾ പിടിച്ചു, ഗോത്രക്കാര് പിടിച്ചു, പിടിയും വലിയായി. ഓനെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്, ഓന്റെ ഗോത്രക്കാർ, അദ്ദേഹത്തിന്റെ ഗോത്രക്കാർ. അവളെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്, അവളുടെ ഗോത്രക്കാർ. കുട്ടിയെ ഇരുകൂട്ടരും പിടിച്ചു വലിച്ചു, തോളല് ഇടിഞ്ഞു. കുട്ടിയെ കൊണ്ടുപോയി. കുട്ടി വേറെ, ബാപ്പ വേറെ, ഉമ്മ വേറെ. ചെറുപ്പക്കാരായ ആ വലിയ സങ്കടം. അങ്ങനെ അദ്ദേഹം പോയി, അബൂസലമ പോയി. എന്നിട്ടോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, അല്ലാഹു അക്ബർ, ഒരു കൊല്ലത്തോളം കരഞ്ഞ് എല്ലാ ദിവസവും മലന്റെ മുകളിൽ ഇങ്ങനെ പോയി നോക്കും. ആരെങ്കിലും മദീനത്തേക്ക് പോകുന്നുണ്ടോ, ആരെങ്കിലും മദീനത്തേക്ക് വരുന്നുണ്ടോ നോക്കുകയാണ്. അല്ലാഹു അക്ബർ. എന്നിട്ട് അവസാനം വളരെ വിഷമിച്ച് അവസാനം നാട്ടുകാർക്കോ ദയ തോന്നി, കുട്ടിയെ വിട്ടുകൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ഒരു ചെറുപ്പക്കാരനായ അമുസ്ലിം, അവിശ്വാസി പറഞ്ഞു, ഞങ്ങളെ കൊണ്ടയാക്കാം. ഒട്ടകത്തെയും കൊണ്ടുവന്നു. ആ ഒട്ടകപ്പുറത്ത് ആ സ്ത്രീ ഒറ്റക്ക്. ഈ ചെറുപ്പക്കാരൻ നടക്കുക. ഒട്ടകപ്പുറത്ത് കയറി ഓൾ അടുത്തിരിക്കണമെന്നില്ല, തൊട്ടുവെക്കണില്ല, നടക്കുക. അവര് പറയാണ്, ഒരുപാട് മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവരെ പോലെ വിശ്വസ്തനായ ഒരാളെ കണ്ടിട്ടില്ല. അല്ലാഹുവേ അനുഗ്രഹിക്കണേ ഞങ്ങളെ എല്ലാവരെയും. പോവുകയാണ്.
അവിടെ എത്താറായപ്പോ അതാ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും നിങ്ങളെ ഭർത്താവ്. ഞാൻ പോട്ടെ എന്നുണ്ട്. ഈ മനുഷ്യൻ ഒരു ചായക്ക് കാത്തു നിൽക്കാതെ, ഒരു നന്ദി വാക്കിന് കാത്തു നിൽക്കാതെ എത്ര ആൾക്കാരാണ് ഇസ്ലാമിനെ സഹായിക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഈ മതത്തെ അധർമ്മകാരികൾ സഹായിക്കും. അതാണ് അബൂ ത്വാലിബ്. അതാണ് ഈ യാത്രയിൽ വഴികാട്ടിയായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന അമുസ്ലിം വഴി കാണിച്ചത്. എത്ര ആൾക്കാരാണ്. ചില ചങ്ങാതിമാർ പറയും അമുസ്ലിങ്ങളായിട്ട് യാതൊരു ബന്ധവും പാടില്ല, ഓലെ ജ്യേഷ്ഠ അനുജ എന്ന് വിളിക്കാൻ പാടില്ല. അങ്ങനെയൊന്നല്ല. റസൂലുള്ളാഹിന്റെ ജീവിതമാണിത്, സഹാബത്തിന്റെ ജീവിതമാണിത്. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു റോമാക്കാരനാണ്. മക്കത്ത് വന്നു, പിന്നെ അദ്ദേഹം വലിയ പൈസക്കാരനായി. അദ്ദേഹം ഇസ്ലാമാണ്. അദ്ദേഹം പോവുകയാണ്. നിൽക്കുകയാണ്, പോകാൻ വരട്ടെ. ഇവിടെ വന്നപ്പോ നീ ഒരു തെണ്ടിയായിരുന്നു, ഇപ്പൊ നീ മുതലാളിയാണ്, ഇവിടുന്ന് ഉണ്ടാക്കിയ പൈസയും കൊണ്ട് പോകാൻ പാടില്ല. അപ്പൊ അദ്ദേഹം സിമ്പിളായിട്ട് യാതൊരു വിഷമമല്ലാതെ അദ്ദേഹം ചോദിച്ചു, ശരി എനിക്ക് കിട്ടിയ പൈസ മുഴുവൻ തന്നെ അങ്ങ് എന്നെ വിടുവോ? വിടാന്നുണ്ട്. ആ പണച്ചാക്ക് മുഴുവൻ കൊടുത്തു. എന്നിട്ട് ഒന്നുമില്ലാതെ കൈവീശി സുഹൈബ് റൂമി പോവുകയാണ്. സഹോദര, നമ്മൾ എവിടെയാണ്? ഏത് കാര്യത്തിലും വല്ല ലാഭവും നോക്കുന്നുണ്ടോ? വാട്ട് ഈസ് ദി റിട്ടേൺ? എന്നിട്ട് കിട്ടാൻ എന്താ ഉള്ളത് നോക്കുന്നുണ്ടോ? മുജാഹിദ് ആകണമൊക്കെ തിരക്കുള്ള, പക്ഷേ സ്ത്രീധനം വാങ്ങാൻ പറ്റൂലല്ലോ എന്ന് പറയുന്നുണ്ടോ? മൗലിദ് റാത്തീബും കിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ടോ? ഇതാ സുഹൈബ് റൂമി. ആ ആൾക്കാർ പോണ സ്വർഗത്തിൽ തന്നെ അല്ലേ നമ്മളും പോവാം? ഒരു ലോ ക്ലാസ് സ്വർഗം ഉണ്ടോ? ഇല്ല. ഒറ്റ സ്വർഗല്ലേ ഉള്ളൂ. ആ സ്വർഗത്തിന്റെ പദവികളാണുള്ളത്. പോണെങ്കിൽ പാസ്പോർട്ട് വേണം, വിസയും വേണം. അല്ലാഹുവേ അനുഗ്രഹിക്കണേ. അങ്ങനെ ഒരുപാട് കഥകൾ. അവിടെ ഒരുപാട് ആൾക്കാർ കാത്തിക്കുകയാണ്. രാവിലെ മുതല് വെയിലാകുന്നത് വരെ കാത്തിക്കുകയാണ്. മലത്തിന്റെ മുകളിലൊക്കെ കയറിയിട്ട്, കുന്നും മുകളിലൊക്കെ കയറിയിട്ട് നമ്മളെ നബി വരുന്നുണ്ടോ? സിദ്ദീഖുൽ അക്ബറും നബിയും വരുന്നത് കാത്തിങ്ങനെ. ഒരു ദിവസം ഉച്ച കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത്. അപ്പൊ ഒരു യഹൂദി അത് കണ്ടു, നബിയെ കണ്ടു, കുറച്ചു ദൂരത്തുനിന്ന് കണ്ടു. രണ്ടാൾക്കാർ വരുന്നത് ഉടനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആ മനുഷ്യൻ ഇതാ നിങ്ങളെ ചങ്ങാതി വരുന്നുണ്ട്. അങ്ങനെ എല്ലാ മനുഷ്യന്മാരും ഓടിയെത്തി. ഓരോ വീട്ടുകാരും പറഞ്ഞു, ഇവിടെ തങ്ങാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒട്ടകത്തെ വിട്ടേക്കൂ. ഒട്ടകം അള്ളാന്റെ കൽപ്പന പ്രകാരമാണ് പോകുന്നത്. ഒട്ടകമാണ് അതിന്റെ ഡ്രൈവർ. അതിനെ തെളിക്കുന്ന ആളല്ല, തെളിക്കുന്നത് അള്ളാഹുവാണ്. പിന്നീടുള്ള കഥകളെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അവര് അവിടെ ചെന്നിറങ്ങിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത്. എന്താ കഥ? ഒരു സാധാരണ ഒരു ഇരുനില വീട്. താഴത്ത് താമസിപ്പിക്കാൻ ഇഷ്ടല്ല. താൻ മേലെ കയറിയിട്ട് നബിയെ താഴത്ത് താമസിപ്പിക്കാൻ, അത് ശരിയാവില്ല, മേലെ താമസിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വെള്ളത്തിന്റെ ഒരു ബക്കറ്റൊക്കെ അവിടെ കൊടുത്തു. ആ വെള്ളം ചിന്തിപ്പോയി. ചിന്തിയപ്പോ എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഴത്താണ് അവസാനം കിടത്തിയത്. ആ അബൂ അയ്യൂബ് അൻസാരി മുകളിൽ താമസിച്ചു. വെള്ളം ചിന്തിപ്പോയി. വെള്ളം താഴോട്ട് ഒഴുകാൻ തുടങ്ങി. കാരണം മണ്ണും മരവും കൂടിയതാണ്. നബിയുടെ തലയിൽ വീഴുമോ എന്ന നിലക്ക് ആ വീട്ടിലുണ്ടായിരുന്ന തുണി മുഴുവൻ കൊണ്ട് നനച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഴത്ത് താമസിക്കുന്നു, അവര് മേലെ താമസിക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി ഉണ്ടാക്കാൻ കുറച്ച് പൈസയിട്ടാണ് വന്നിക്കണത്. പള്ളിക്ക് സ്ഥലം വാങ്ങാൻ ചെറിയൊരു കിഴി. സുഹൈല് എന്ന രണ്ട് കുട്ടികളുടെ സ്ഥലം. ഇന്ന് മദീന മസ്ജിദുൽ നബി നിൽക്കുന്ന സ്ഥലം. വില വാങ്ങണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഫ്രീ ആയിട്ട് തരുള്ളൂ, പറ്റൂല, വില വാങ്ങണം എന്നാണ്, പൈസ കൊടുത്തു. അങ്ങനെ അവരെല്ലാവരും കൂടി ഉണ്ടാക്കിയതാണ് പള്ളി. ഒരുപാട് കാര്യങ്ങൾ. ഇതാണ് ഹിജറ. 1446 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ് ഇത്. സംഭവത്തിന്റെ ചെറിയൊരു ഭാഗം. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. സഹോദരങ്ങളെ, മദീനയിൽ അഭയാർത്ഥികൾ വന്നാൽ താമസിക്കാൻ സ്ഥലമില്ല. വീടുകൾ സാധാരണ വീടുകളാണ്. മദ്രസയില്ല, കോളേജില്ല, പള്ളിയില്ല, ഒന്നുമില്ല. പക്ഷേ ഒരാളും വെറുതെ ആയില്ല. എല്ലാവർക്കും ഷെൽട്ടർ ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, തആഹൗ, നിങ്ങൾ സാഹോദര്യ ബന്ധം സ്ഥാപിക്കുക. ഭാരതം എൻ്റെ നാടാണ്, എല്ലാ ഭാരതീയരും എൻ്റെ നാട്ടുകാരാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പുറത്തിറങ്ങിയിട്ട് തല്ലുപിടി പഴക്കമൊക്കെ ഉണ്ടാക്കണ നമ്മൾ കാണുന്നതല്ലേ. നമ്മളെ മക്കളയിലുണ്ടോ കല്ലെറിയുണ്ടോ? ബസ്സിന് കല്ലെറിയുണ്ടോ? ഉസ്താദിനെ, അധ്യാപകനെ കൊരാവ് ചെയ്യുന്നുണ്ടോ? സമരം സംഘടിപ്പിക്കുന്നുണ്ടോ? ആ ജാതിയെല്ലാം നമ്മുടെ സമരം ജനാധിപത്യ സമരമാണ്. നിയമം അനുശാസിക്കുന്ന വിധത്തിലാകണം. നമ്മളെ വെറുതെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥ, നമ്മൾ കുറ്റം ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യല് ഉണ്ടാകരുത്. നടപടിക്രമം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം, കുറ്റം ചെയ്തിട്ടാകരുത് നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. മക്കളോടൊക്കെ പറയണം, കുട്ടിയെ കല്ലെറിയരുത്, പട്ടിയെ കല്ലെറിയരുത്, കോയിനെ കല്ലെറിയരുത്, മനുഷ്യലേതാരും അറിയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തആഹൗ, സഹോദരന്മാരാവുക. അതിനിപ്പോ എന്താ പണി ഉണ്ട്? ഓരോ വീട്ടിലും ഓരോ കുടുംബം എക്സ്ട്രാ വന്നു. അളിയാക്ക വന്നതല്ല കേട്ടോ, വിരുന്നേര് വന്നതല്ല, ഇത് അഭയാർത്ഥികൾ വന്നതാണ്. ഒന്നുമില്ലാതെ, പനിച്ച് വറച്ചിട്ട്, ഭക്ഷണമല്ല വസ്ത്രമല്ല, ഒന്നുമില്ലാതെ എല്ലാ വീട്ടുകാരും ഓരോ വീട്ടുകാരെ ഏറ്റെടുത്തു. ഒരു കുടുംബം ഒരു കുടുംബത്തെ ഏറ്റെടുത്തു. അതാണ് സൂറത്തുൽ ഹശ്ർ 9-ാമത്തെ ആയത്ത്. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, മുമ്പേ തന്നെ വീടും ഈമാനും ഒരുക്കി വെച്ചവർ. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരുടെ അടുക്കലേക്ക് ഹിജറ ചെയ്ത് വന്ന ആളുകളെ അവർ ഇഷ്ടപ്പെട്ടു. ഒന്നുമില്ലാതെ വന്ന ഈ ആൾക്കാരെ അറിയൊന്നുമില്ല കേട്ടോ, ആരാന്നറിയില്ല, ഒന്നുമറിയാം. പ്രമുഖരായ സഹാബിമാരെ കുറച്ച് അറിയുന്നല്ലാതെ ബാക്കി ആയിരക്കണക്കിന് ആൾക്കാരെ അറിയില്ല. എന്നിട്ട് വലം യകുൻ ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു, സമ്പത്തിനെ പറ്റിയൊരു ആഗ്രഹവും തോന്നിയില്ല. അവനവന്റെ പൈസ ഇവർക്ക് ഇട്ട് കൊടുക്കുമ്പോ, അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോ, വസ്ത്രം കൊടുക്കുമ്പോ, അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോ, വീട് കൊടുക്കുമ്പോ ഒരാവശ്യമൊന്നും പിടിച്ചു വെക്കാൻ ഒരാവശ്യം തോന്നിയില്ല. എന്ന് മാത്രമല്ല, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, സ്വയം പട്ടിണി കിടന്നുകൊണ്ട് അവർ മറ്റുള്ളവർക്ക് മുൻഗണന നൽകി. വീട്ടിലേക്ക് പറഞ്ഞയച്ചു വിരുന്നുകാരനെ. കഥകൾ കേട്ടിട്ടുണ്ട് അല്ലേ? അവിടെ ആകെ കുട്ടിയൊക്കെയുള്ളതേ ഉള്ളൂ. കുട്ടികളെ ഉറക്കാൻ പറഞ്ഞു, ഭാര്യയോട് വിളക്കെടുത്താൻ പറഞ്ഞു. അവരിരുന്നോ, ഭക്ഷണം കഴിക്കുകയാണ് എന്ന് താളം കാട്ടി. വീട്ടുകാരൻ ഭക്ഷണം കഴിക്കുന്നില്ല. ഈ അഭയാർത്ഥി, വിരുന്നുകാരൻ അവരെ പറ്റി പറയുന്നത് ശരിയാവോ? ഈ അഭയാർത്ഥി തിന്നുകയാണ്. വീട്ടുകാരൻ പട്ടിണി, വീട്ടുകാരി പട്ടിണി, മക്കൾ പട്ടിണി. പിറ്റേന്ന് രാവിലെ സുബൈക്ക് ഈ സഹാബിയെ വിളിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ചെയ്ത പ്രവൃത്തി കണ്ടിട്ട് അല്ലാഹു വളരെ സന്തോഷിച്ചു എന്ന് പറഞ്ഞു. ഇതൊന്നും നോവലും നാടകവും സിനിമയുമല്ല, ജീവിതത്തിലെ പച്ച യാഥാർത്ഥ്യങ്ങളാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ വീട്ടുകാരെ ഏറ്റെടുത്തു. 2 വീടുള്ളവർ 1 വീട് കൊടുത്തു, 1 വീടുള്ളവർ മാളിക ഒഴിഞ്ഞു കൊടുത്തു, 2 റൂമുള്ളവർ 1 റൂം കൊടുത്തു. റൂം പോലും പകുതിയാക്കാൻ തയ്യാറായി. എന്തിനാ ഇതൊക്കെ? സ്വർഗമുണ്ട്. ഈ സ്ഥലത്ത് ഇനി വീടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നമുക്ക് വീടുണ്ടോ? വീടിന്റെ കുറച്ച് ലേശം സ്ഥലമുണ്ടോ? 1-2 സെന്റ് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ. വീട്ടുമുറ്റത്തൊരു പൂന്തോട്ടം മാത്രമേ ഉള്ളുവെങ്കിൽ ആ പൂന്തോട്ടം പറിച്ചെറിഞ്ഞ് നമ്മൾ മനുഷ്യരുടെ ഒരു തോട്ടം വെച്ച് പിടിപ്പിക്കുക. ശരി, നമുക്കിപ്പം എങ്ങോട്ടും ഹിജറ പോകാനില്ല, എന്നാൽ നമുക്ക് ഹിജറയുണ്ട്. അതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, ഇമാം അഹ്മദിന്റെ മുസ്നദിലെ 6912 ഹദീസ്, അൽ മുഹാജിറു മൻ ഹജറ നഫ്സ മാ നഹല്ലാഹു അൻഹു, അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അല്ലാഹ് വിലക്കിയത് വെടിയുന്നവനാണ് മുഹാജിർ. അല്ലാഹ് വിലക്കിയത് ഒഴിവാക്കുന്നവനാണ്. അല്ലാഹ് ഹറാമാന്ന് പറഞ്ഞൊക്കെ വെടിയലാണ് നമ്മുടെ ഹിജറ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ മുസമ്മിൽ, സൂറത്തുൽ മുദ്ദസ്സിർ
എന്താ? തിന്മകളെ വെടിയൂ, തെറ്റിനെ വെടിയൂ. വഹ്ജുർഹും ഹജറൻ ജമീല, തർക്കിക്കാൻ വരുന്ന, എതിർക്കാൻ വരുന്ന ആളുകളെ മെല്ലെ മാറ്റിയും നല്ല സുന്ദരമായി നിങ്ങൾ അവരെ വെടിയും. വാരിൽ ജാഹിലി, ജാഹിലുകളായ അവിവേകം സംസാരിക്കുന്ന ആൾക്കാരായിട്ട് പിന്നെയും കെട്ടിമറിഞ്ഞ് തർക്കിക്കാൻ നിൽക്കണ്ട, മാറിക്കോളി. അപ്പൊ ഇങ്ങനെയുള്ള ഹിജറ. മക്കത്ത് നിന്ന് മദീനത്തേക്ക് എത്തിയ ആളുകൾ എന്താണ്? ഒരേ ദൂരമാണ്, 6 ദിവസമാണ്, 450 കിലോമീറ്ററാണ്. വന്നിരുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പ്രസംഗിക്കുകയാണ്. ബുഖാരിയിലെ 1-ാമത്തെ ഹദീസ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിയ്യത്ത് അനുസരിച്ച് മാത്രമാണ്, നിയ്യത്തനുസരിച്ച് മാത്രമാണ് അമല്. ചില ആളുകൾ ഹിജറ വന്നത് പെണ്ണ് കെട്ടാനാണ്, ദുനിയാവിന് വേണ്ടിയാണ്, ഓൽക്ക് അതേ കിട്ടുള്ളൂ. വമൻ കാനത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, ആരാണ് അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ഹിജറ വന്നത്, ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, അവരുടെ ഹിജറ മാത്രമാണ് അല്ലാഹുവിലേക്കും റസൂലിലേക്കുമുള്ള ഹിജറ. നമ്മൾ വന്നത് എങ്ങനെയാണ്? നമുക്ക് ആശയം കിട്ടിയത് എങ്ങനെയാണ്? സന്ദർഭം ഏതായാലും ശരി. ഇപ്പം എങ്ങനെയുണ്ട്? ഉഷാറാണോ? വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഫോൺ ചെയ്ത് പറഞ്ഞു, ആൾ ഇസ്ലാം ആയിട്ടുണ്ടെന്ന്, പക്ഷേ ഉള്ളിൽ ഇസ്ലാം ആയിട്ടില്ല. എഞ്ചിനീയറാണ്, മകളെ കല്യാണം കഴിച്ചു, പക്ഷെ അവന്റെ മനസ്സിൽ ഇസ്ലാം മതമില്ല, മനസ്സിലേക്ക് കയറിയിട്ടില്ല എന്ന്. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിലേക്ക് ഇസ്ലാം കയറണം, അതിനോട് ഇഷ്ടമുണ്ടാകണം, ഇമ്പമുണ്ടാകണം, എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടാകണം, മുന്നിലെത്തണമെന്ന മോഹമുണ്ടാകണം. കുറച്ചൊക്കെ മതി, അത്രയൊക്കെ മതി എന്നല്ല, മുന്നിലെത്തണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇത് അയ്യാമുൽ ബീലിന്റെ ദിവസങ്ങളാണ്. എല്ലാ അറബി മാസവും 13, 14, 15 നോമ്പ് നിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചു. മുസ്ലിം ബുഖാരിയിലെ 761-ാമത്തെ ഹദീസ്. അത് കൊല്ലത്തിൽ ഏത് 3 ദിവസമായാലും കുഴപ്പം, മാസത്തിൽ ഏത് 3 ദിവസമായാലും കുഴപ്പമില്ല. ഒന്നുകിൽ ആദ്യം, അല്ലെങ്കിൽ പകുതിയിൽ, അല്ലെങ്കിൽ അവസാനം, അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും 3 ദിവസം നോമ്പ് വിൽക്കുക. തിങ്കളാഴ്ച നോമ്പുണ്ട്, വ്യാഴാഴ്ച നോമ്പുണ്ട്. ഈ നോമ്പിന്റെ പ്രത്യേകത എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അത് ഒരു കൊല്ലത്തെ കൂലിയാണ്, ഒരു കൊല്ലം നോമ്പൊറ്റ കൂലിയാണ്. എല്ലാ അറബി മാസവും 13, 14, 15. അപ്പോൾ ഇന്ന് നോൽക്കാത്തവർ നാളെ മുതൽ തുടങ്ങാം. 2 തരത്തിലുള്ള കണക്കുകൾ ഇങ്ങനെ കലണ്ടറിലും അല്ലാത്ത രീതിയിലൊക്കെ വരുന്നുണ്ട്. എന്തായാലും നോമ്പെടുക്കുക 3 ദിവസം സുന്നത്താണ്. ഇപ്പൊ പ്രത്യേകിച്ച് മഴക്കാലമാണ്, നമുക്ക് സാധാരണയായി കൊടും ചൂടും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പം അതൊന്നുമില്ല. തുടങ്ങിയിട്ടില്ലാത്ത ആൾക്കാർക്ക് നല്ല സൗകര്യമാണ്. അതുകൊണ്ട് 3 ദിവസം എല്ലാ മാസവും നോമ്പെടുക്കുക. ഏറ്റവും ശ്രേഷ്ഠമായത് അയ്യാമുൽ ബീൽ 13, 14, 15. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ അല്ലാഹുവേ, ഞങ്ങളുടെ പോരായ്മകൾ, അപാകതകൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. ഞങ്ങൾക്ക് കൂടുതൽ വീര്യവും, കൂടുതൽ വിവരവും, വിവേകവും, ഈമാനും തൗഫീഖും നൽകി അനുഗ്രഹിക്കണേ. നല്ല കാര്യങ്ങളെല്ലാം ചെയ്യാൻ അല്ലാഹുവേ അനുഗ്രഹിക്കണേ. ചിത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ റബ്ബേ അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ എല്ലാ മനുഷ്യന്മാർക്കും അല്ലാഹുവേ പുറത്തു കൊടുക്കണേ. ഞങ്ങൾക്കും ആ പാതയിലൂടെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അനുഗ്രഹം നൽകണേ റബ്ബേ. ഹലാലായ മാർഗത്തിൽ മാത്രം സമ്പാദിക്കാനും സംഭരിക്കാനും ചെലവഴിക്കാനും റബ്ബേ അനുഗ്രഹിക്കണേ.